ആ വലിയ സർക്കാർ ജില്ലാ ആശുപത്രിയുടെ പ്രധാന ഗേറ്റിനു മുന്നിൽ നിൽക്കുമ്പോൾ 22കാരനായ മോഹന്റെ നെഞ്ച് ഭയം കൊണ്ട് ശക്തിയായി ഇടിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കൈകളിൽ പൂർണ്ണമായും തളർന്നുറങ്ങിയിരുന്ന അമ്മ സാവിത്രി ദേവിയുടെ ശരീരം പനി കാരണം പൊള്ളുന്നുണ്ടായിരുന്നു. വലിഞ്ഞു മുറുകിയ ശ്വാസകോശത്തോടെ ഓരോ തവണ ശ്വാസമെടുക്കുമ്പോഴും അവരുടെ ചുണ്ടുകൾ വറ്റി വരണ്ട് വിളറി വെളുക്കുന്നത് അവൻ ഭീതിയോടെ നോക്കിക്കണ്ടു. ചുറ്റും രോഗികളുടെ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ആരുമാരെയും ശ്രദ്ധിക്കാത്ത, സ്വന്തം വേദനകളിൽ മാത്രം ഒഴുകിയ മനുഷ്യരുടെ ഒരു വലിയ കടൽ. മോഹനൊട്ടും സമയം കളയാതെ അമ്മയെ തന്റെ തോളിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. OP കൗണ്ടർ ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. അവിടെ ഇരുന്നിരുന്ന കൗണ്ടർ ജീവനക്കാരൻ രമേശ് തന്റെ കയ്യിലെ വില കൂടിയ സ്മാർട്ട് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് വളരെ അലസമായാണ് ഇരുന്നിരുന്നത്. ഒട്ടും മനുഷ്യപ്പറ്റില്ലാത്ത ആ മുഖത്തേക്ക് നോക്കി മോഹൻ കൈകൾ കൂപ്പിക്കൊണ്ട് വിതമ്പലോടെ പറഞ്ഞു, "സാറേ, എന്റെ അമ്മക്ക് തീരെ വയ്യ. ശ്വാസം എടുക്കാൻ പോലും പറ്റാതെ അമ്മ തളർന്നു വീഴുകയാണ്. ദയവായി ഡോക്ടറെ കാണിക്കാൻ ഒരു ടിക്കറ്റ് എടുത്ത് തരുമോ? വലിയ ഉപകാരമായിരിക്കും സാറേ." എന്നാൽ രമേശ് തന്റെ ഫോണിൽ നിന്നും തല ഉയർത്താൻ പോലും തയ്യാറാകാതെ വളരെ ക്രൂരമായ സ്വരത്തിൽ പറഞ്ഞു, "ആദ്യം 5000 രൂപ കൗണ്ടറിൽ അടക്ക്. അതിന്റെ റെസീറ്റ് ഇവിടെ കാണിച്ചാൽ മാത്രമേ ഡോക്ടറെ കാണാനുള്ള ടിക്കറ്റ് തരാനൊക്കൂ. മാറി നിൽക്കൂ, ഇവിടെ സമയം കളയാനില്ല." ഇത് കേട്ടതും മോഹൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. അവന്റെ തലയിലൂടെ ഒരു ഇടിമിന്നൽ പാഞ്ഞു പോയതുപോലെ തോന്നി. അവൻ വിറക്കുന്ന ശബ്ദത്തോടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു, "സാറേ, ഇതൊരു സർക്കാർ ആശുപത്രി അല്ലേ? ഇവിടെ പാവപ്പെട്ടവർക്ക് ചികിത്സയും മരുന്നും സൗജന്യമാണെന്നാണ് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്റെ കയ്യിൽ ഇപ്പോൾ അത്രയും തുകയൊന്നുമില്ല സാറേ, ഒന്ന് സഹായിക്കണം." രമേശ് പെട്ടെന്ന് ദേഷ്യത്തോടെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഡെസ്കിൽ ശക്തമായി അടിച്ചുകൊണ്ടലറി, "എന്നെ ഇവിടെ ഇരുന്ന് സർക്കാർ നിയമം പഠിപ്പിക്കാൻ വരേണ്ട. പണമുണ്ടെങ്കിൽ ഇവിടെ ചികിത്സിക്കാം, ഇല്ലെങ്കിൽ നിന്റെ അമ്മയെയും കൊണ്ട് ഇവിടെ ഇറങ്ങിപ്പോകൂ. ഇവിടെ വേറെയും ആളുകൾ നിൽക്കുന്നുണ്ട്." അവന്റെ അലർച്ച കേട്ട് ചുറ്റുമുള്ള രോഗികളും ബന്ധുക്കളും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയെങ്കിലും ആരുടെയും മുഖത്ത് ഒരു സഹതാപത്തിന്റെ ഭാവം പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും സ്വന്തം ആവശ്യങ്ങൾക്കായി മാത്രം ക്യൂവിൽ മുന്നോട്ട് നീങ്ങാൻ ധൃതി കൂട്ടുകയായിരുന്നു. മോഹൻ അപ്പോഴേക്കും പൂർണ്ണമായും തകർന്നു പോയിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആ കൗണ്ടറിലേക്ക് കൈകൾ നീട്ടി അപേക്ഷിച്ചു. എന്നാൽ അവന്റെ സങ്കടം കണ്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരായ ദീപക്കും നരേഷും അവനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ഉച്ചത്തിൽ കളിയാക്കാൻ തുടങ്ങി. "കയ്യിൽ ഒരു ചില്ലി കാശില്ലാതെ വലിയ വലിയ ആശുപത്രികളിൽ വരും, എന്നിട്ട് ഇവിടെ വന്ന് കരഞ്ഞ നാടകം കളിക്കും. ഇവനെയൊക്കെ ആരാണ് ഇങ്ങോട്ട് കടത്തിവിടുന്നത്?" എന്നവർ പരസ്പരം പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. സമയം കടന്നു പോകുന്തോറും അമ്മയുടെ അവസ്ഥ കൂടുതൽ മോശമാകുന്നത് മോഹൻ അറിഞ്ഞു. അവരുടെ ശരീരം പതുക്കെ തണുത്തു വരുന്നത് പോലെ അവന് തോന്നി. കൗണ്ടറിലെ ജീവനക്കാരുടെ ക്രൂരതയ്ക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഡോക്ടറെ നേരിട്ട് കണ്ടാൽ തന്റെ അവസ്ഥ മനസ്സിലാക്കി അദ്ദേഹം സഹായിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് അമ്മയെയും താങ്ങിപ്പിടിച്ച് അവൻ നേരെ സീനിയർ ഡോക്ടറായ വിക്രം സിംഗിന്റെ മുറി ലക്ഷ്യമാക്കി ഇടനാഴിയിലൂടെ ഓടാൻ തുടങ്ങി. അവന്റെ ഉള്ളിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തന്റെ അമ്മയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഡോക്ടർ വിക്രം സിംഗിന്റെ മുറിയുടെ മുന്നിൽ എത്തിയപ്പോൾ മോഹന്റെ ഉള്ളിൽ ചെറിയൊരു പ്രതീക്ഷയുടെ വെളിച്ചം തെളിഞ്ഞു. ലോകത്തിൽ ജീവനുള്ള ദൈവങ്ങളാണ് ഡോക്ടർമാരെന്നും രോഗിയുടെ വേദന നേരിട്ട് കണ്ടാൽ ഏതൊരു മനുഷ്യന്റെയും മനസ്സലിയുമെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇടനാഴിയിലെ ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി അവൻ തന്റെ അമ്മയെയും താങ്ങിപ്പിടിച്ച് ആ എയർ കണ്ടീഷണർ മുറിയുടെ വാതിൽ പതുക്കെ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. തണുപ്പുള്ള ആ മുറിയിൽ വലിയൊരു കസേരയിലിരുന്ന് ഡോക്ടർ വിക്രം സിംഗ് മുന്നിലിരുന്ന രോഗിയുടെ ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. മോഹൻ ഒട്ടും സമയം കളയാതെ അമ്മയെ ഒരു വശത്ത് പതുക്കെ നിർത്തിയ ശേഷം ഡോക്ടറുടെ മേശക്കരികിലേക്ക് ചെന്നു. അവൻ കൈകൾ കൂപ്പി കണ്ണീരോടെ അപേക്ഷിച്ചു, "ഡോക്ടർ സാർ, എന്റെ അമ്മയുടെ നില വളരെ മോശമാണ്. ശ്വാസം എടുക്കാൻ പോലും അമ്മക്ക് കഴിയുന്നില്ല. ദയവായി ഒന്ന് നോക്കണേ സർ. അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകോ എന്ന് എനിക്ക് ഭയമുണ്ട്." എന്നാൽ ഡോക്ടർ വിക്രം തന്റെ ഫയലിൽ നിന്നും തല ഉയർത്താൻ പോലും കൂട്ടാക്കിയില്ല. വളരെ തണുത്ത സ്വരത്തിൽ അദ്ദേഹം ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, "കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തോ? നിന്റെ ഫയൽ എവിടെ?" മോഹൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, "ഇല്ല സർ, കൗണ്ടറിലുള്ളവർ 5000 രൂപ ചോദിക്കുന്നു. എന്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല സർ. ഞാൻ ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരനാണ്. പക്ഷെ ഞാൻ വാക്ക് തരുകയാണ് സർ, ഞാൻ എങ്ങനെയെങ്കിലും ഉടനെ പണം സംഘടിപ്പിച്ചു തരാം. അതുവരെ അമ്മക്ക് ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും ഒരു മരുന്ന് നൽകൂ. ദയവായി ഒന്ന് പരിശോധിക്കൂ സർ." ഇത് കേട്ടതും ഡോക്ടർ വിക്രമിന്റെ മുഖം പെട്ടെന്ന് മാറി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ദേഷ്യവും അനിഷ്ടവും നിറഞ്ഞു. അദ്ദേഹം കയ്യിലിരുന്ന പേന മേശപ്പുറത്തേക്ക് ദേഷ്യത്തോടെ എറിഞ്ഞുകൊണ്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റു. "ഇതൊരു ചാരിറ്റി ട്രസ്റ്റ് അല്ല, സർക്കാർ ആശുപത്രിയാണെങ്കിലും ഇവിടെ ചില നിയമങ്ങളുണ്ട്. പണമില്ലാത്തവർക്ക് ഇവിടെ ചികിത്സ
ചികിത്സയില്ല. പോയി ആദ്യം കൗണ്ടറിൽ പണം അടിച്ച് റെസിപ്റ്റ് കൊണ്ടുവരൂ, എന്നിട്ട് സംസാരിക്കാം, അദ്ദേഹം കടുത്ത സ്വരത്തിൽ പറഞ്ഞു. മോഹൻ ഓടിച്ചെന്ന് ഡോക്ടറുടെ കൈകളിൽ പിടിച്ച് കരഞ്ഞു. സർ, പാവപ്പെട്ടവരോട് ഇങ്ങനെ ക്രൂരത കാണിക്കരുത്. സർക്കാർ ആശുപത്രികൾ ഞങ്ങൾക്കുള്ളതല്ലേ സർ. ചികിത്സ വൈകിയാൽ എന്റെ അമ്മ മരിച്ചു പോകും. ഡോക്ടർ സർ, ദൈവത്തെ ഓർത്ത് ഒന്ന് സഹായിക്കൂ. അവൻ അബോധാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന സാവിത്രി ദേവിയുടെ നേരെ കൈ ചൂണ്ടി. എന്നാൽ ആ അഹങ്കാരിയായ ഡോക്ടറുടെ മനസ്സിൽ ഒരിറ്റു പോലും ദയ തോന്നിയില്ല. മോഹൻ തന്റെ കയ്യിൽ തൊട്ടതുപോലും അദ്ദേഹത്തിന് വലിയൊരു അപമാനമായി തോന്നി. അദ്ദേഹം അടുത്തുനിന്ന് വാർഡ് ബോയ് സുരേഷിനു നേരെ രോഷത്തോടെ ആംഗ്യം കാണിച്ചു. ഇവന്മാരെയൊക്കെ ആരാണെന്റെ മുറിയിലേക്ക് കടത്തിവിടുന്നത്? പിടിച്ചു പുറത്താക്കിവനെ, ഡോക്ടർ ആക്രോശിച്ചു. സുരേഷ് ഒട്ടും ദാക്ഷിണ്യമില്ലാതെ മുന്നോട്ട് വന്ന് മോഹന്റെ ഷർട്ടിന്റെ കോളറിലും കൈയിലും കുത്തിപ്പിടിച്ചു. തളർന്നു വീഴാറായ സാവിത്രി ദേവിയെയും മോഹനെയും അവർ ജനക്കൂട്ടത്തിന് മുന്നിലൂടെ വളരെ ക്രൂരമായി വലിച്ചിഴച്ചു. പണമില്ലാത്തവന് ചികിത്സ വേണമത്രേ, ഇറങ്ങിപ്പോടാ പുറത്തേക്ക് എന്ന് ആക്രോശിച്ചുകൊണ്ട് സുരേഷ് അവരെ ആശുപത്രിയുടെ തണുത്ത ഇടനാഴിയിലൂടെ തള്ളി പ്രധാന കവാടത്തിനു പുറത്തുള്ള തറയിലേക്ക് എറിഞ്ഞു. തറയിലേക്ക് വീഴാൻ പോയ അമ്മയെ മോഹൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് വളരെ കഷ്ടപ്പെട്ടാണ് താങ്ങിയത്. ജനങ്ങൾ നിറഞ്ഞ ആ ഇടനാഴിയിൽ വെച്ച് തങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടും ആരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. ചുറ്റും നിന്ന പലരും ഒരു വിനോദം കാണുന്നത് പോലെ ഇതൊക്കെ നോക്കി നിന്നു. ചിലർ തങ്ങൾക്കൊന്നും ബാധകമല്ലെന്ന മട്ടിൽ തല തിരിച്ചു കളഞ്ഞു. മനുഷ്യത്വം പൂർണ്ണമായും മരവിച്ച, പണത്തിന് മാത്രം വിലയുള്ള ഒരു ലോകത്താണ് താൻ നിൽക്കുന്നതെന്ന് മോഹൻ ആ നിമിഷം മനസ്സിലാക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആശുപത്രിയുടെ പുറത്തുള്ള കത്തുന്ന വെയിലിൽ ഒരു സിമന്റ് ബെഞ്ചിലേക്ക് അമ്മയെ വളരെ കഷ്ടപ്പെട്ട് കിടത്തിയ ശേഷം മോഹൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. ദാരിദ്ര്യവും രോഗവും കൊണ്ട് വലിയുന്ന തങ്ങളെ പോലെയുള്ള പാവപ്പെട്ടവർക്ക് ഈ ലോകത്ത് ആരുമില്ലെങ്കിലും നിയമവും പോലീസും രക്ഷക്കെത്തുമെന്ന ഒരു ചെറിയ പ്രതീക്ഷ അവന്റെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നു. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടി വിയർപ്പിൽ കുളിച്ച് അവൻ പോലീസ് സ്റ്റേഷന്റെ വലിയ ഇരുമ്പ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. സ്റ്റേഷന്റെ അകത്ത് വലിയൊരു മേശയ്ക്ക് പിന്നിലിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇൻസ്പെക്ടർ രാജീവ് എന്തോ എഴുതുകയായിരുന്നു. മോഹൻ ഒട്ടും സമയം കളയാതെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചെന്ന് കൈകൾ കൂപ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ, എന്നെയും എന്റെ അമ്മയും ഒന്ന് രക്ഷിക്കണം. എന്റെ അമ്മക്ക് തീരെ വയ്യ. ശ്വാസം എടുക്കാൻ പോലും അമ്മക്ക് കഴിയുന്നില്ല. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ ചികിത്സിക്കാൻ 5000 രൂപ കൈക്കൂലി ചോദിക്കുന്നു സാറേ. പണമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ കഴുത്തിനു പിടിച്ച് അവർ പുറത്താക്കി. ദയവായി ഒന്ന് വന്ന് അവരോട് പറയണം സാർ, എന്റെ അമ്മ മരിച്ചു പോകും. എന്നാൽ അവന്റെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിലായിരുന്നു അവിടെയുള്ള അന്തരീക്ഷം. മോഹന്റെ ദയനീയമായ ആ കരച്ചിൽ കേട്ടിട്ടും ഇൻസ്പെക്ടർ രാജീവിന്റെ മുഖത്ത് ഒരു ഭാവി വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പേന താഴെ വെച്ച് വളരെ പരിഹാസത്തോടെ അവനെ നോക്കി. ആ സമയത്ത് അവിടെ കസേരയിലിരുന്ന വേറെ ഒരു ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇക്കാലത്ത് എല്ലാവരും ഇങ്ങനെയുള്ള ഓരോ നാടകങ്ങളുമായിട്ടാണ് വരുന്നത്. എല്ലാ പാവപ്പെട്ടവന്റെയും വീട്ടിലെ അസുഖത്തിന്റെ പരാതി കേൾക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾക്കിവിടെ വേറെ പണിയുണ്ടാകില്ല. മോഹൻ വിറക്കുന്ന ശബ്ദത്തോടെ വീണ്ടും പറഞ്ഞു, ഇല്ല സാർ, ഞാൻ കള്ളം പറയുകയല്ല. എന്റെ അമ്മ ആശുപത്രിയുടെ പുറത്തെ ബെഞ്ചിൽ കിടക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒരാളെ അയച്ചു നോക്കൂ സാർ. അവർ ഞങ്ങളെ ക്രൂരമായാണ് ഒപിയിൽ നിന്നും തള്ളിയിറക്കിയത്. അപ്പോൾ ഇൻസ്പെക്ടർ രാജീവ് കസേരയിലേക്ക് അല്പം ചാരിയിരുന്ന് മീശ പിരിച്ചുകൊണ്ട് വളരെ അഹങ്കാരത്തോടെ പറഞ്ഞു, ശരി, നിന്റെ പരാതി ഞങ്ങൾ ഇവിടെ എഴുതണം. ആ ഡോക്ടർമാർക്കെതിരെ കേസ് എടുക്കണം അല്ലേ? അതിന് ചില നിയമങ്ങളൊക്കെയുണ്ട്. ആദ്യം ഒരു 5000 രൂപ എടുത്ത് ഈ മേശപ്പുറത്ത് വെക്ക്. പോലീസ് സ്റ്റേഷനിൽ വന്ന് ചുമ്മാ കേസ് എഴുതിക്കാൻ നീ ആരാണ്? ഇത് കേട്ടതും മോഹൻ പൂർണ്ണമായും സ്തംഭിച്ചു പോയി. ഹോസ്പിറ്റലിൽ പണമില്ലാത്തത് കൊണ്ടാണ് താൻ ഇങ്ങോട്ട് ഓടി വന്നതെന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നില്ലേ എന്നവൻ ചിന്തിച്ചു. അവൻ കണ്ണീരോടെ ഇൻസ്പെക്ടറുടെ കാൽക്കൽ വീഴാൻ തുനിഞ്ഞു. സാറേ, എന്റെ കയ്യിൽ 5000 രൂപയുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ വരില്ലായിരുന്നു. ആ പണം കൊടുത്ത് അമ്മയെ ഞാൻ ആശുപത്രിയിൽ കാണിക്കുമായിരുന്നു സാറേ. എന്റെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിയമത്തിന്റെ സഹായം തേടി വന്നത്. എന്നോട് കൈക്കൂലി ചോദിക്കരുത് സാറേ. എന്നാൽ പണമില്ലെന്ന് ഉറപ്പായതോടെ ആ പോലീസുകാരുടെ ഭാവം മാറി. പണമില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോടാ പുറത്തേക്ക്, വലിയ നിയമം പ്രസംഗിക്കാൻ വന്നിരിക്കുന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് ആ ഇൻസ്പെക്ടർ മുന്നോട്ട് വന്ന് മോഹന്റെ കൈക്ക് കുത്തിപ്പിടിച്ചു. അവൻ എത്രയൊക്കെ കെഞ്ചി പറഞ്ഞിട്ടും അവരതിന് ചെവി കൊടുത്തില്ല. വളരെ ദാക്ഷിണ്യമില്ലാതെ അവനെ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിനു പുറത്തേക്ക് അവർ തള്ളിവിട്ടു. പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിനു പുറത്ത് പൊടി നിറഞ്ഞ റോഡിൽ നിൽക്കുമ്പോൾ മോഹന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുകി. സർക്കാർ ആശുപത്രിയും പോലീസും ഒരുപോലെ തങ്ങളെ കൈവിട്ടു
കൈവിട്ടിരിക്കുന്നു. പണവും സ്വാധീനവും ഇല്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യന് തന്റെ ജീവന് തുല്യമായ അമ്മയെ രക്ഷിക്കാൻ ഇനി എങ്ങോട്ട് പോകണം എന്ന ചോദ്യം അവന്റെ ഉള്ളിൽ ഒരു വലിയ ശൂന്യതയായി അവശേഷിച്ചു. നിയമത്തിന്റെ വാതിലുകളും അവന് മുന്നിൽ പൂർണ്ണമായും അടയുകയായിരുന്നു. അവന്റെ കാതുകളിൽ ഇൻസ്പെക്ടറുടെ അട്ടഹാസവും പരിഹാസച്ചിരിയും ഇപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. തലക്കുള്ളിൽ എന്തോ വലിയൊരു ഭാരം കയറ്റിവെച്ചതുപോലെ അവന് തോന്നി. ചുട്ടുപൊള്ളുന്ന ആ റോഡിലൂടെ അവൻ വീണ്ടും ആശുപത്രി ലക്ഷ്യമാക്കി ഓടി. ഓട്ടത്തിനിടയിൽ അവന്റെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും ഉള്ളിലെ ഭയം അവനെ മുന്നോട്ട് ഓടിച്ചു. ആശുപത്രിയുടെ പുറത്തെ സിമന്റ് ബെഞ്ചിനരികിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവന്റെ നെഞ്ച് തകർക്കുന്നതായിരുന്നു. അമ്മ സാവിത്രി ദേവി കഠിനമായ വെയിലേറ്റ് കൂടുതൽ തളർന്ന് കിടക്കുകയാണ്. അവരുടെ വസ്ത്രങ്ങൾ വിയർപ്പിൽ കുതിർന്നിരുന്നു. മോഹൻ ഓടിച്ചെന്ന് തന്റെ കീറിയ തോർത്തുമെടുത്ത് അമ്മക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ ഒരു തണൽ പിടിച്ചു. എന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, എന്നോട് ക്ഷമിക്കണം. എനിക്കൊരിടത്തു നിന്നും സഹായം കിട്ടിയില്ല അമ്മേ. പോലീസുകാരും നമ്മളെ കൈവിട്ടു. സാവിത്രി ദേവി വളരെ കഷ്ടപ്പെട്ട് കണ്ണുകൾ പകുതി തുറന്ന് മകനെ നോക്കി പതുക്കെ കൈകൾ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അതിനു പോലുമുള്ള ജീവൻ ആ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്നില്ല. അമ്മയുടെ ഈ അവസ്ഥ കണ്ട് മോഹന്റെ ഉള്ളിൽ ഒരു പുതിയ തീരുമാനം ഉദിച്ചു. കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും കുറച്ച് പണം സംഘടിപ്പിക്കണം. അവൻ അമ്മയെ അവിടെ തന്നെ ഇരുത്തിക്കൊണ്ട് വീണ്ടും നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിലേക്ക് ഓടിയിറങ്ങി. അവൻ കണ്ണിൽ കണ്ട കടകളിലെല്ലാം കയറിയിറങ്ങി. വലിയ തുണിക്കടകളുടെയും സ്വർണ്ണ കടകളുടെയും മുന്നിൽ ചെന്ന് മുതലാളിമാരുടെ മുന്നിൽ കൈകൾ കൂപ്പി നിന്നു. സാറേ, എന്റെ അമ്മക്ക് തീരെ വയ്യ. ദയവായി 1000 രൂപ തന്ന് സഹായിക്കണം. ഞാൻ നിങ്ങളുടെ കടയിൽ എത്ര ദിവസം വേണമെങ്കിലും കൂലിയില്ലാതെ പണിയെടുക്കാൻ തയ്യാറാണ്, അവൻ കെഞ്ചി പറഞ്ഞു. എന്നാൽ പണത്തിന്റെ കൊഴുപ്പിൽ അഹങ്കരിച്ചിരുന്ന ആ വ്യാപാരികൾ അവനെ ഒരു ഭിക്ഷക്കാരനെ പോലെയാണ് കണ്ടത്. ചിലർ അവനെ നോക്കി, പോയി ഇവിടുന്ന്, രാവിലെ തന്നെ പിച്ചക്കാർ ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചു. മറ്റു ചിലർ തങ്ങൾക്ക് വലിയ തിരക്കാണെന്ന് കാണിച്ച് അവനെ ഗൗനിക്കാതെ മുന്നോട്ട് നടന്നുപോയി. ആ നഗരത്തിലെ വലിയ കെട്ടിടങ്ങൾക്കും തിളങ്ങുന്ന കാറുകൾക്കുമിടയിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ കണ്ണീരിന് ആരും ഒരു വിലയും കൽപ്പിച്ചില്ല. മനുഷ്യത്വം എന്നത് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മണിക്കൂറുകളോളം അവൻ ആ നഗരത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടി നടന്നു. ഒടുവിൽ പണം കടം കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ അവൻ എന്തെങ്കിലും നിർമ്മാണ സ്ഥലത്തോ പച്ചക്കറി മാർക്കറ്റിലോ ചരക്ക് ലോറികൾ ഇറക്കുന്ന ഗോഡൌണിലോ കൂലിപ്പണി കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. കഠിനമായ എന്ത് ജോലിയും ചെയ്യാൻ അവൻ തയ്യാറായിരുന്നു. ചുമടെടുക്കാനോ മണ്ണ് ചുമക്കാനോ അവൻ തയ്യാറായി നിന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കോൺട്രാക്ടർമാർ അവനെ നോക്കി പറഞ്ഞു, ഇന്ന് എല്ലാ പണിയും കഴിഞ്ഞു. പുതിയ ആളുകൾക്ക് ഇപ്പോൾ ഇവിടെ പണിയില്ല. നാളെ രാവിലെ വാ. സമയം കടന്നു പോകുന്തോറും ആകാശത്ത് സൂര്യൻ പടിഞ്ഞാറോട്ട് ചായുകയായിരുന്നു. അതോടൊപ്പം മോഹന്റെ ഉള്ളിലെ പ്രതീക്ഷയും വെളിച്ചവും അസ്തമിക്കുകയായിരുന്നു. ശരീരവും മനസ്സും ഒരേപോലെ തളർന്ന അവൻ ഒടുവിൽ നഗരത്തിന്റെ ഒരു പ്രധാന റോഡരികിലുള്ള വിജനമായ ഫുട്പാത്തിൽ വന്നിരുന്നു. അവന്റെ കൈകാലുകൾ വിശപ്പ് കൊണ്ടും ക്ഷീണം കൊണ്ടും വിറക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ നിന്നും കണ്ണീർ തുള്ളികൾ ഒന്നിനു പുറകെ ഒന്നായി ആ പൊടി മണ്ണിലേക്ക് വീണു. അമ്മയെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം അവന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റായി മാറി. അവൻ തന്റെ 2 കൈകളിലും മുഖം ഒളിപ്പിച്ചുകൊണ്ട് ആ തെരുവിന്റെ കോണിലിരുന്ന് ഉച്ചത്തിൽ നെഞ്ചു പൊട്ടിക്കരയാൻ തുടങ്ങി. സ്വാധീനമില്ലാത്ത പാവങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ എന്ന ചോദ്യം മാത്രം ആ വലിയ നഗരത്തിന്റെ കോലാഹലങ്ങൾക്കിടയിൽ ബാക്കിയായി. ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞവനെ പോലെ ആ തെരുവോരത്തിരുന്ന് നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു അവൻ. പലരും അവനെ ഒരു ഭ്രാന്തനെയോ യാചകനെയോ പോലെ നോക്കി കടന്നുപോയി. ആ കഠിനമായ നിമിഷത്തിലാണ് ആ റോഡിലൂടെ വളരെ സാധാരണമായ ഒരു ബൈക്കിൽ ഒരാൾ കടന്നുപോയത്. ലളിതമായ വസ്ത്രം ധരിച്ച, അധികം ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ. ദൂരെ നിന്ന് തന്നെ ഫുട്പാത്തിലിരുന്ന് വിതുമ്പുന്ന ആ ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ശ്രദ്ധിച്ചിരുന്നു. ബൈക്കിന്റെ വേഗത കുറച്ച് അദ്ദേഹം വണ്ടി റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. ബൈക്കിൽ നിന്നും ഇറങ്ങി വളരെ ശാന്തമായ ചുവടുകളോടെ അദ്ദേഹം മോഹന്റെ അടുത്തേക്ക് നടന്നു വന്നു. മോഹന്റെ തകർന്ന ഇരിപ്പും വറ്റാത്ത കണ്ണീരും കണ്ട അദ്ദേഹത്തിന്റെ മുഖത്ത് ആഴത്തിലുള്ള ഒരു ഗൗരവം നെളിച്ചു. അദ്ദേഹം പതുക്കെ മോഹന്റെ അരികിലിരുന്ന് അവന്റെ തോളിൽ വളരെ മൃദുവായി കൈവച്ചു. വളരെ ശാന്തവും ആശ്വാസം നൽകുന്നതുമായ സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു, സഹോദര, ഇത്ര ചെറിയ പ്രായത്തിൽ നിന്നെ ഇത്രയധികം വിഷമിപ്പിക്കുന്ന എന്ത് സങ്കടമാണുള്ളത്? എന്താണ് സംഭവിച്ചത്? ഒന്ന് എഴുന്നേറ്റിരിക്കൂ. പെട്ടെന്ന് തോളിൽ ഒരു സ്പർശനം അറിഞ്ഞപ്പോൾ മോഹൻ നെട്ടി പതുക്കെ തല ഉയർത്തി നോക്കി. കണ്ണീർ പടർന്ന കാഴ്ചയിലൂടെ അവൻ ആ മനുഷ്യനെ
കണ്ടു. വളരെ ലളിതമായ കോട്ടൺ ഷർട്ടും പാന്റും ധരിച്ച, മുഖത്ത് വല്ലാത്തൊരു പ്രകാശമുള്ള ഒരു മനുഷ്യനായിരുന്നു അത്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പരിഹാസമല്ല, മറിച്ച് യഥാർത്ഥമായ സഹതാപവും സ്നേഹവും ഉണ്ടായിരുന്നു. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ആരോ തന്നോട് ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്നതെന്ന് മോഹന് തോന്നി. ആ മനുഷ്യൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ടവൽ എടുത്ത് മോഹന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, പേടിക്കേണ്ട, ആദ്യം ഈ കണ്ണീരൊന്ന് തുടക്കൂ. എന്റെ പേര് ആദിത്യ എന്നാണ്. എന്താണ് നിന്റെ പ്രശ്നമെന്ന് എന്നോട് വ്യക്തമായി പറയൂ. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായും സഹായിക്കാം. ആദിത്യയുടെ വാക്കുകളിലെ ആത്മാർത്ഥത കേട്ടപ്പോൾ മോഹന്റെ ഉള്ളിലെ സങ്കടത്തിന്റെ അണക്കെട്ട് ഒരിക്കൽ കൂടി പൊട്ടിയൊലിച്ചു. അവൻ വിതുമ്പിക്കൊണ്ട് ആദ്യത്തെ ഹോസ്പിറ്റൽ അനുഭവം മുതൽ ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും നേരിട്ട അപമാനം വരെ എല്ലാം ഒഴുക്കോടെ പറഞ്ഞു. സാറേ, എന്റെ അമ്മ മരണത്തോട് മല്ലിട്ട് ആ ഹോസ്പിറ്റലിന്റെ പുറത്തെ ബെഞ്ചിൽ കിടക്കുകയാണ്. അവിടെയുള്ള കൗണ്ടർ ജീവനക്കാരൻ രമേശ് എന്നോട് 5000 രൂപ കൈക്കൂലി ചോദിച്ചു. പണമില്ലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വിക്രം എന്നെ ശകാരിക്കുകയും വാർഡ് ബോയ് സുരേഷ് ഞങ്ങളെ കഴുത്തിനു പിടിച്ച് പുറത്തേക്ക് തള്ളുകയും ചെയ്തു സാറേ, മോഹൻ കരഞ്ഞു പറഞ്ഞു. അവൻ അത്രയും പറഞ്ഞു നിർത്തിയില്ല. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അവൻ തുടർന്നു. അവിടുന്ന് രക്ഷയില്ലാതെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി സാറേ. പക്ഷേ അവിടുത്തെ ഇൻസ്പെക്ടർ എന്നോട് കേസ് എഴുതാൻ 1000 രൂപ കൈക്കൂലി ചോദിച്ചു. എന്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവരും എന്നെ ആട്ടിപ്പുറത്താക്കി. പണമില്ലാത്തവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ലേ സാറേ? എന്റെ അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? മോഹന്റെ വാക്കുകളിൽ ഓരോ വ്യക്തിയുടെയും പേരുകൾ കേട്ടപ്പോൾ ആദിത്യന്റെ മുഖത്ത് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ദേഷ്യപ്പെടുകയോ ബഹളം വെക്കുകയോ ചെയ്തില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വല്ലാതെ ചുരുങ്ങുകയും അതിലൊരു വലിയ ഭരണാധികാരിയുടെ കണിശതയും ഗൗരവവും നിറയുകയും ചെയ്തു. ഈ നഗരത്തിലെ സർക്കാർ സംവിധാനങ്ങൾ എത്രത്തോളം ജീർണിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. ആദിത്യ പതുക്കെ എഴുന്നേറ്റ് മോഹന്റെ കൈ പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു, മോഹൻ, നീ കരയുന്നത് നിർത്തൂ. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഇനി നീ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. നമുക്ക് ആദ്യം നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാം. ആദിത്യയുടെ ആ വാക്കുകളിൽ മോഹൻ ഇതുവരെ അനുഭവപ്പെടാത്ത ഒരു വലിയ സുരക്ഷിതത്വം തോന്നി. ദൈവത്തെ പോലെയാണ് ആ മനുഷ്യൻ തന്റെ മുന്നിൽ വന്നു നിന്നതെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അവൻ പതുക്കെ കണ്ണുകൾ തുടച്ച് ആദിത്യയുടെ ബൈക്കിന് പിന്നിൽ കയറിയിരുന്നു. ആദിത്യൻ വണ്ടി തിരിച്ചു വേഗത്തിൽ മോഹന്റെ ചെറിയ വീട് ലക്ഷ്യമാക്കി എടുത്തു. ആശുപത്രിയിൽ നിന്നും അപമാനിതനായി പുറത്താക്കപ്പെട്ട ശേഷം അമ്മയുടെ നില അതീവ ഗുരുതരമായപ്പോൾ നഗരത്തിൽ പണം തിരയാൻ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് മോഹൻ അമ്മയെ എങ്ങനെയോ കഷ്ടപ്പെട്ട് വീട്ടിലെത്തിച്ച് കിടത്തിയിരിക്കുകയായിരുന്നു. അവർ വളരെ വേഗത്തിൽ മോഹന്റെ ആ കൊച്ചു കൂരക്ക് മുന്നിലെത്തി. ഓലമേന തറ പോലും ശരിയായി ഉറക്കാത്ത ആ ചെറിയ വീടിന്റെ അകത്തേക്ക് കയറിയപ്പോൾ ആദിത്യൻ കണ്ട കാഴ്ച ഏതൊരു മനുഷ്യന്റെയും ഉള്ളുലക്കുന്നതായിരുന്നു. ഒരു പഴയ കയറു കട്ടിലിൽ ജീവച്ഛവമായി സാവിത്രി ദേവി കിടക്കുന്നു. അവരുടെ ശ്വാസമെടുപ്പ് മുൻപത്തേക്കാൾ വളരെ വേഗത്തിലായിരുന്നു. ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും ആ നെഞ്ച് വല്ലാതെ താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു. പനിയുടെ ചൂടിൽ അവർ അബോധാവസ്ഥയുടെ അരികിലായിരുന്നു. എന്നിട്ടും മുറിയിലേക്ക് മകൻ കയറി വരുന്നത് അറിഞ്ഞപ്പോൾ ആ അമ്മ വളരെ കഷ്ടപ്പെട്ട് തന്റെ കണ്ണുകൾ പകുതി തുറന്നു. മകന്റെ കൂടെ നിൽക്കുന്ന അപരിചിതനായ ആദിത്യയെ കണ്ട് അവർ വളരെ ബലഹീനമായ ശബ്ദത്തിൽ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ എന്താണിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വിഷമിക്കുന്നത്? എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലടാ. നീ കുറച്ച് വെള്ളം തന്നാൽ മതി. ഒരമ്മക്ക് തന്റെ മകൻ വിഷമിക്കുന്നത് കാണുമ്പോഴുണ്ടാകുന്ന വേദന ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ആദിത്യൻ പതുക്കെ ആ കട്ടിലിനരികിലേക്ക് നടന്നു ചെന്നു. യാതൊരു മടിയും കൂടാതെ അദ്ദേഹം ആ പൊടി നിറഞ്ഞ കട്ടിലിന്റെ ഒരു വശത്തിരുന്ന് സാവിത്രി ദേവിയുടെ ചുട്ടുപൊള്ളുന്ന കൈകൾ തന്റെ ഇരു കൈകൾക്കുമുള്ളിൽ ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്തപ്പോൾ ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ ഗൗരവമായിരുന്നില്ല, മറിച്ച് ഒരു സ്വന്തം മകന്റെ സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. അദ്ദേഹം അവരുടെ മുഖത്തേക്ക് നോക്കി വളരെ ശാന്തവും എന്നാൽ ദൃഢവുമായ സ്വരത്തിൽ പറഞ്ഞു, അമ്മേ, ഇനി അമ്മ ഒട്ടും വിഷമിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട. അമ്മയുടെ ഈ മകൻ ഇവിടെയുണ്ട്. ഇന്നമ്മക്ക് ഈ ജില്ലയിലെ ഏറ്റവും മികച്ച ചികിത്സ തന്നെ ലഭിച്ചിരിക്കും. ഇതെന്റെ ഉറപ്പാണ്. അമ്മ ധൈര്യമായിരിക്കൂ. ആരാണീ അപരിചിതനായ വ്യക്തിയെന്നോ തങ്ങളെ സഹായിക്കാൻ ഇദ്ദേഹത്തിന് എങ്ങനെ കഴിയുമെന്നോ സാവിത്രി ദേവിക്ക് മനസ്സിലായില്ല. എങ്കിലും ആദിത്യയുടെ ആ വാക്കുകളിലും സ്പർശനത്തിലും വല്ലാത്തൊരു കാന്തിക ശക്തിയുണ്ടായിരുന്നു. വർഷങ്ങളായി തങ്ങളെ പോലെയുള്ള പാവപ്പെട്ടവരെ ആരും ഇത്രയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സമീപിച്ചിരുന്നില്ല. ആ വറ്റാത്ത സ്നേഹം കണ്ടപ്പോൾ ആദ്യമായി ആ വൃദ്ധയുടെ മുഖത്ത് ഒരു ചെറിയ ആശ്വാസത്തിന്റെ നിഴൽ തെളിഞ്ഞു. തുടർന്ന് ആദിത്യ പതുക്കെ പുറത്തേക്ക് വന്ന് റോഡിൽ പോവുകയായിരുന്ന ഒരു കുതിരവണ്ടി കൈകാട്ടി വിളിച്ചു. അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പണമെടുത്ത് ആ റിക്ഷാക്കാരന് നൽകിയ ശേഷം മോഹന്റെ സഹായത്തോടെ
കണ്ടതോടെ സാവിത്രി ദേവിയെ വളരെ ശ്രദ്ധയോടെ എടുത്ത് അതിൽ കിടത്തിയിരുത്തി. എന്നിട്ട് മോഹന്റെ തോളിൽ തട്ടിക്കൊണ്ട് ആദിത്യ പറഞ്ഞു, മോഹൻ, നീ അമ്മയെയും കൂട്ടി നേരെ ആ ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളൂ. ഒട്ടും ഭയപ്പെടേണ്ടതില്ല. ഞാൻ നിന്റെ തൊട്ടു പിന്നാലെ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ എന്ത് സംഭവിച്ചാലും ധൈര്യമായി മുന്നോട്ട് നിൽക്കുക. ആദിത്യൻ നൽകിയ ആ നിർദ്ദേശം കേട്ട് മോഹൻ തലയാട്ടി. വണ്ടി പതുക്കെ ആ വലിയ ജില്ലാ ആശുപത്രി ലക്ഷ്യമാക്കി വീണ്ടും നീങ്ങാൻ തുടങ്ങി. ആദിത്യൻ തന്റെ ബൈക്കിൽ കയറി വണ്ടിക്ക് തൊട്ടു പിന്നാലെ യാത്ര തിരിച്ചു. ആശുപത്രിയുടെ കവാടം അടുക്കും തോറും മോഹന്റെ മനസ്സിലേക്ക് രാവിലെ നേരിട്ട ആ അടിയും അപമാനവും ഓർമ്മ വന്നെങ്കിലും തന്റെ ബൈക്കിൽ ശാന്തനായി പുറകിൽ വരുന്ന ആദിത്യൻ എന്ന മനുഷ്യൻ കൂടിയുള്ളപ്പോൾ ഇനിയൊന്നും ഭയപ്പെടാനില്ലെന്ന ഒരു വലിയ ആത്മവിശ്വാസം അവന്റെ ഉള്ളിൽ ജനിക്കുകയായിരുന്നു. വണ്ടി ജില്ലാ ആശുപത്രിയുടെ വലിയ കവാടം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ മോഹന്റെ നെഞ്ചിൽ പഴയ ഭയത്തിന്റെ നേർത്തൊരു വിറയൽ വീണ്ടും അനുഭവപ്പെട്ടു. രാവിലെ ഇതേ സ്ഥലത്ത് വെച്ചാണ് താനും അമ്മയും മൃഗങ്ങളെ പോലെ കഴുത്തിനു പിടിച്ച് പുറത്താക്കപ്പെട്ടത്. എന്നാൽ ഇത്തവണ അവൻ തിരിഞ്ഞു നോക്കി. കവാടത്തിന് പുറത്ത് റോഡരികിൽ തന്റെ ബൈക്ക് നിർത്തി വളരെ ശാന്തനായി നടന്നു വരുന്ന ആദിത്യനെ കണ്ടപ്പോൾ അവന്റെ ഉള്ളിലേക്ക് ഒരു പുതിയ ധൈര്യം ഇടിച്ചു കയറി. മോഹൻ വണ്ടിക്കാരന്റെ സഹായത്തോടെ അമ്മയെ പതുക്കെ താങ്ങിയിറക്കി OP കൗണ്ടറിന് മുന്നിലേക്ക് നടന്നു. കൗണ്ടറിൽ അപ്പോഴും പഴയ ജീവനക്കാരനായ രമേശ് തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. മോഹനെയും തളർന്നു കിടക്കുന്ന സാവിത്രി ദേവിയെയും കണ്ടതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഉച്ചത്തിൽ അട്ടഹാസിച്ചുകൊണ്ട് പറഞ്ഞു, എടാ അഹങ്കാരി, നീ വീണ്ടും ഇങ്ങോട്ട് വന്നോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ 5000 രൂപയില്ലാതെ ഇങ്ങോട്ട് കയറരുതെന്ന്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ? അതോ അടി കൊള്ളാത്തതിന്റെ കേടാണോ? അവന്റെ അലർച്ച കേട്ട് അടുത്ത കൗണ്ടറിൽ ഇരുന്ന ദീപകും നരേഷും വീണ്ടും പരിഹാസത്തോടെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ആദിത്യൻ വളരെ ശാന്തമായ ചുവടുകളോടെ കൗണ്ടറിന് മുന്നിലേക്ക് നടന്നു വന്നത്. അദ്ദേഹം ആ ജീവനക്കാരുടെ പരിഹാസ ചിരികളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് വളരെ ഗൗരവമുള്ള സ്വരത്തിൽ പറഞ്ഞു, ഇതൊരു സർക്കാർ ആശുപത്രിയാണ്. ഇവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ പൗരന്മാർക്കും തുല്യമായ ചികിത്സ ലഭിക്കാൻ അവകാശമുണ്ട്. ഒരു രോഗിയുടെ അവസ്ഥ കണ്ട് ആദ്യം പ്രാഥമിക ചികിത്സ നൽകുകയാണ് നിങ്ങളുടെ കടമ, അല്ലാതെ പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത്. ആദിത്യയുടെ ലളിതമായ വസ്ത്രധാരണം കണ്ട് അവനെ ഒരു സാധാരണ ഗ്രാമീണനാണെന്ന് കരുതിയ രമേശ് കൂടുതൽ അഹങ്കാരത്തോടെ മേശപ്പുറത്ത് അടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഏതാടാ ഇടയിൽ കയറി സംസാരിക്കാൻ? ഞങ്ങളെ ഇവിടെ ഇരുന്ന് നിയമം പഠിപ്പിക്കാൻ നീ വളർന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പണമില്ലെങ്കിൽ വഴിമാറി നിൽക്ക്. ഈ തർക്കവും ബഹളവും കേട്ട് OP മുറിയിൽ ഇരുന്നിരുന്ന സീനിയർ ഡോക്ടർ വിക്രം ദേഷ്യത്തോടെ പുറത്തേക്ക് വന്നു. മോഹനെയും ആദിത്യനെയും കണ്ട അദ്ദേഹം തന്റെ കയ്യിലിരുന്ന ഫയൽ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ രാവിലെ പറഞ്ഞതല്ലേ പണം അടക്കാത്ത ഈ രോഗിയെ ഇവിടെ ചികിത്സിക്കില്ലെന്ന്. വാർഡ് ബോയ് സുരേഷ്, എവിടെ നീ? ഇവന്മാരെയൊക്കെ വീണ്ടും പിടിച്ച് പുറത്താക്ക്. ഡോക്ടറുടെ ആക്രോശം കേട്ടിട്ടും ആദിത്യൻ ഒരടി പോലും പിന്നോട്ട് മാറിയില്ല. അദ്ദേഹം ഡോക്ടർ വിക്രമിന്റെ കണ്ണുകളിലേക്ക് കണിശമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, ഡോക്ടർ, ഞാൻ അവസാനമായി പറയുകയാണ്, ഈ രോഗിയുടെ അവസ്ഥ വളരെ മോശമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഉടൻ തന്നെ ഇവരെ ചികിത്സിക്കാൻ തയ്യാറാകൂ. നിങ്ങൾ ചെയ്യുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ്. ഇത് കേട്ടതും ഡോക്ടർ വിക്രം ഉറക്കെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ ചികിത്സിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ ആരാണെന്നെ ഭീഷണിപ്പെടുത്താൻ? പോയി കേസ് കൊടുക്കടാ. അദ്ദേഹത്തോടൊപ്പം അവിടെയുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരും വാർഡ് ബോയും ചേർന്ന് ആദിത്യനെയും മോഹനെയും വളഞ്ഞു. ആശുപത്രിയുടെ ഇടനാഴിയിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. എല്ലാവരും ഈ സാധാരണക്കാരനായ മനുഷ്യൻ ഇനി എന്ത് ചെയ്യുമെന്ന് ഉറ്റുനോക്കുകയായിരുന്നു. എന്നാൽ ആദിത്യയുടെ മുഖത്ത് അപ്പോഴും വറ്റാത്ത ആ ശാന്തമായ പുഞ്ചിരി മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ഡോക്ടർ വിക്രമിന്റെയും ആശുപത്രി ജീവനക്കാരുടെയും അഹങ്കാരം നിറഞ്ഞ പരിഹാസ ചിരികൾ ആ OP ഇടനാഴിയിൽ മുഴങ്ങിക്കേട്ടു. ആദിത്യന്റെ കണ്ണുകളിൽ ദേഷ്യത്തിനു പകരം കഠിനമായ ഒരു ഗൗരവം മാത്രമാണ് തെളിഞ്ഞു നിന്നത്. അദ്ദേഹം പതുക്കെ തന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും ലളിതമായ ഒരു മൊബൈൽ ഫോൺ പുറത്തെടുത്തു. തുടർന്ന് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്തു. ഫോൺ കണക്റ്റായ നിമിഷം വളരെ ഗൗരവമേറിയ സ്വരത്തിൽ അദ്ദേഹം ഒരൊറ്റ വാചകം മാത്രം പറഞ്ഞു, ഞാനിപ്പോൾ ജില്ലാ ജനറൽ ആശുപത്രിയുടെ OP കൗണ്ടറിന് മുന്നിലുണ്ട്. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ജില്ലയിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘവും ഇവിടെ എത്തിയിരിക്കണം. ഇതെന്റെ വ്യക്തിപരമായ ഉത്തരവാണ്. അത്രയും പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. ആദിത്യയുടെ ഈ ഫോൺ വിളി കേട്ടതും കൗണ്ടർ ജീവനക്കാരൻ രമേശ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അവൻ ദീപകിനെ തോളിൽ തട്ടിക്കൊണ്ട് പരിഹാസത്തോടെ പറഞ്ഞു, കണ്ടടാ, ഇവൻ ആരെയോ വിളിച്ച് വലിയ ഗമ കാണിക്കുന്നത്. ഏതോ വലിയ ആളാണെന്നാണ് ഭാവം.
ഫോൺ വിളിച്ച് 5 മിനിറ്റിനകം ആളുകളെ വരുത്താൻ ഇവൻ ആരാണ്? ഈ ജില്ലയുടെ രാജാവോ? ഡോക്ടർ വിക്രം തന്റെ സ്റ്റെതസ്കോപ്പ് കയ്യിലെടുത്ത് കളിപ്പിച്ചുകൊണ്ട് പരിഹാസത്തോടെ പറഞ്ഞു. ശരി, നമുക്കും ഇവിടെ തന്നെ നിൽക്കാം. ഈ 5 മിനിറ്റിൽ ഈ ആശുപത്രി മുറ്റത്ത് എന്ത് വലിയ അത്ഭുതമാണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് കാണണമല്ലോ. നീ ഏതു വലിയ സ്വാധീനമുള്ളവനെ വിളിച്ചാലും ഇവിടെ കൗണ്ടറിൽ 5000 രൂപ അടക്കാതെ ഈ കെട്ടിടത്തിന് അകത്തേക്ക് ഒരു രോഗിയെയും പ്രവേശിപ്പിക്കില്ല. വാർഡ് ബോയ് സുരേഷ് അവരെ നോക്കി പല്ലിളിച്ച് പറഞ്ഞു. ആ സമയത്ത് മോഹൻ ഭയത്തോടെയും അത്ഭുതത്തോടെയും ആദിത്യയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ വെറുമൊരു സാധാരണക്കാരനല്ലെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു വലിയ ഭരണാധികാരിയുടെ അധികാരമുണ്ടെന്നും അവൻ പതുക്കെ തിരിച്ചറിഞ്ഞു. ആശുപത്രി ഇടനാഴിയിൽ ഉണ്ടായിരുന്ന രോഗികളും ബന്ധുക്കളും ശ്വാസം അടക്കിപ്പിടിച്ച് ആ 5 മിനിറ്റിനായി കാത്തുനിന്നു. സമയം പതുക്കെ കടന്നുപോയി. 4ാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിക്രം തന്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി വീണ്ടും ചിരിക്കാൻ തുടങ്ങി. എന്നാൽ കൃത്യം 5ാമത്തെ മിനിറ്റിലേക്ക് സൂചി അടുത്ത നിമിഷം ആശുപത്രിയുടെ വലിയ പ്രധാന ഗേറ്റിന് പുറത്തുനിന്നും അന്തരീക്ഷം പിളർക്കുന്ന രീതിയിലുള്ള പോലീസ് സൈറണുകളുടെയും VIP വണ്ടികളുടെയും ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. ആ ശബ്ദം കേട്ടതും ആശുപത്രിയുടെ മുറ്റത്തുണ്ടായിരുന്ന ജനങ്ങൾ പരിഭ്രാന്തിയോടെ ഇരുവശങ്ങളിലേക്കും മാറിയൊതുങ്ങി. ചുവപ്പും നീലയും ലൈറ്റുകൾ കത്തുന്ന മുകളിൽ വലിയ സൈറണുകൾ ഘടിപ്പിച്ച ജില്ലയിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും 20ലധികം ഔദ്യോഗിക വണ്ടികളുടെ ഒരു വലിയ വ്യൂഹം അതിവേഗത്തിൽ വന്ന് ആശുപത്രി മുറ്റത്ത് നിരനിരായി ബ്രേക്കിട്ട് നിന്നു. വണ്ടികളിൽ നിന്നും ആയുധാരികളായ പോലീസുകാരും മുതിർന്ന ഉദ്യോഗസ്ഥരും തങ്ങളുടെ തൊപ്പികൾ ശരിയാക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ വണ്ടിക്ക് പുറത്തിറങ്ങി. ആശുപത്രി ജീവനക്കാരുടെ ചുണ്ടുകളിലെ പരിഹാസച്ചിരി പെട്ടെന്ന് തന്നെ ഭയത്തിന്റെ നിഴലായി മാറാൻ തുടങ്ങി. ആശുപത്രി മുറ്റത്ത് വണ്ടി നിർത്തിയതും ജില്ലയിലെ ഏറ്റവും മുതിർന്ന പോലീസ് സൂപ്രണ്ടും ചീഫ് മെഡിക്കൽ ഓഫീസറും അടങ്ങുന്ന വൻ ഉദ്യോഗസ്ഥ സംഘം അതിവേഗത്തിൽ OP ഇടനാഴിയിലേക്ക് നടന്നു വന്നു. അവിടെ അപ്പോഴും അഹങ്കാരത്തോടെ നിന്നിരുന്ന ഡോക്ടർ വിക്രമിന്റെയും ജീവനക്കാരുടെയും മുന്നിലൂടെ ആ ഉദ്യോഗസ്ഥർ നേരെ മുന്നോട്ട് നടന്നു. തുടർന്ന് സാധാരണ വസ്ത്രം ധരിച്ചു നിന്നിരുന്ന ആദിത്യന്റെ മുന്നിൽ അവർ അച്ചടക്കത്തോടെ നിന്നു. തങ്ങളുടെ തൊപ്പികൾ കൈകളിൽ ചേർത്ത് പിടിച്ച് ആ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഒരൊറ്റ മനസ്സോടെ ആദിത്യനെ നോക്കി വളരെ ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്തു. SP വളരെ വിനയത്തോടെ പറഞ്ഞു. സർ, നിങ്ങളുടെ അടിയന്തര നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിന്റെ മുഴുവൻ അന്വേഷണ സംഘവും ഫോഴ്സും ഇവിടെ എത്തിക്കഴിഞ്ഞു. അടുത്ത ഉത്തരവിനായി ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ഇത് കണ്ടതും ഡോക്ടർ വിക്രമിന്റെ മുഖത്തെ ചോര പൂർണ്ണമായും വറ്റിക്കഴിഞ്ഞിരുന്നു. കൗണ്ടറിലിരുന്ന രമേശിന്റെ കൈകാലുകൾ ഭയം കൊണ്ട് വിറക്കാൻ തുടങ്ങി. ഡോക്ടർ വിക്രം വിറക്കുന്ന ശബ്ദത്തോടെ പതുക്കെ ചോദിച്ചു. സർ, ആരാണ് ഇദ്ദേഹം? എന്തിനാണ് നിങ്ങളെല്ലാം ഈ സാധാരണക്കാരനെ സല്യൂട്ട് ചെയ്യുന്നത്? അപ്പോൾ ചീഫ് മെഡിക്കൽ ഓഫീസർ കടുത്ത സ്വരത്തിൽ ഡോക്ടറെ നോക്കി പറഞ്ഞു. സാധാരണക്കാരനോ? താൻ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് തനിക്ക് വല്ല ബോധ്യവുമുണ്ടോ? ഇത് നമ്മുടെ ജില്ലയുടെ പുതിയ കളക്ടറാണ്. ആ വാക്കുകൾ കേട്ട നിമിഷം ആശുപത്രി ഇടനാഴിയിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. തങ്ങൾ രാവിലെ മുതൽ അടിച്ചും പരിഹസിച്ചും പുറത്താക്കിയ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂടെ രക്ഷകനായി വന്നത് ഈ ജില്ലയുടെ പരമാധികാരിയായ സാക്ഷാൽ ജില്ലാ കളക്ടറാണെന്ന് മനസ്സിലായതോടെ ഡോക്ടറുടെയും ജീവനക്കാരുടെയും തലക്ക് മുകളിൽ ഇടുത്തി വെട്ടിയ അവസ്ഥയായി. ഭയം കൊണ്ട് അവരുടെ തൊണ്ട വറ്റി വരണ്ടു. പണത്തിന്റെയും അധികാരത്തിന്റെയും ലഹരിയിൽ പാവപ്പെട്ടവരെ ചവിട്ടിമെതിച്ച ആ അഴിമതിക്കാരുടെ അഹങ്കാരം വെറും 5 മിനിറ്റ് കൊണ്ട് കളക്ടർ മണ്ണിൽ ചവിട്ടി താഴ്ത്തിയിരുന്നു. അവരുടെ മുഖം വിളറി വെളുത്തു. കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. കളക്ടറുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കാൻ ഡോക്ടർ മുന്നോട്ടാണെങ്കിലും ആദിത്യൻ തന്റെ കൈ ഉയർത്തി അവരെ തടഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അപ്പോഴും അനാവശ്യമായ ദേഷ്യമോ ആക്രോശമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് അഴിമതിക്കാരെ വെച്ചു പൊറുപ്പിക്കില്ലെന്ന കടുത്ത ദൃഢത മാത്രമാണുണ്ടായിരുന്നത്. അദ്ദേഹം ശാന്തമായ സ്വരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഈ സർക്കാർ ആശുപത്രി പടുത്തുയർത്തിയിരിക്കുന്നത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. ഇവിടെ വരുന്ന പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ സൗജന്യവും അന്തസ്സുള്ളതുമായ ചികിത്സ ലഭിക്കാൻ അവകാശമുണ്ട്. സ്വന്തം കടമ മറന്ന് മരണാസന്നയായ ഒരു അമ്മയെ പണത്തിനു വേണ്ടി പുറത്താക്കിയ ഇവർ ഡോക്ടർ എന്ന പദവിക്കും ഈ സ്ഥാപനത്തിനും വലിയൊരു അപമാനമാണ്. കളക്ടർ ഒട്ടും സമയം കളയാതെ തന്നോടൊപ്പം വന്നിരുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർക്ക് കർശനമായ നിർദ്ദേശം നൽകി. അദ്ദേഹത്തിന്റെ ഉത്തരവ് പ്രകാരം ജില്ലയിലെ ഏറ്റവും പ്രശസ്തയും സത്യസന്ധയുമായ ഡോക്ടർ അഞ്ജലി വർമ്മയെ ഉടൻ തന്നെ അടിയന്തരമായി OPയിലേക്ക് വിളിച്ചു വരുത്തി. ഡോക്ടർ അഞ്ജലി ഒട്ടും വൈകാതെ സാവിത്രി ദേവിയെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റുകയും അവർക്കാവശ്യമായ അത്യാധുനിക ചികിത്സയും മരുന്നുകളും സൗജന്യമായി നൽകാൻ ആരംഭിക്കുകയും
ആരംഭിക്കുകയും ചെയ്തു. പരിചരണത്തിലൂടെ സാവിത്രി ദേവിയുടെ ശ്വാസമെടുപ്പ് പതുക്കെ സാധാരണ നിലയിലാവുകയും അവരുടെ ജീവൻ അപകടാവസ്ഥയിൽ നിന്നും പൂർണ്ണമായി മുക്തമാവുകയും ചെയ്തു. അതേസമയം കളക്ടറുടെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിലെ മുഴുവൻ ഫയലുകളും കമ്പ്യൂട്ടർ റെക്കോർഡുകളും പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. കളക്ടർ നേരിട്ട് ഇടപെട്ടതോടെ ആശുപത്രിയിൽ ജീവനക്കാരുടെ പീഡനം അനുഭവിച്ചിരുന്ന മറ്റ് പാവപ്പെട്ട രോഗികളും ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് തങ്ങളുടെ പരാതികൾ ബോധിപ്പിച്ചു. രമേശ്, ദീപക്, നരേഷ് എന്നിവർ പാവപ്പെട്ടവരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയിരുന്നതിന്റെ കൃത്യമായ രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി. ഡോക്ടർ വിക്രമിനെയും കൈക്കൂലി വാങ്ങിയ മറ്റ് 3 ജീവനക്കാരെയും വാർഡ് ബോയെയും സർവീസിൽ നിന്നും ഉടനടി സസ്പെൻഡ് ചെയ്യാനും അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കാനും കളക്ടർ ഉത്തരവിട്ടു. അത്രയും ചെയ്ത ശേഷം കളക്ടർ ആദിത്യൻ കൂടെയുണ്ടായിരുന്ന പോലീസ് സൂപ്രണ്ടിനെ നോക്കി പറഞ്ഞു, ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറിനെയും ബാക്കി പോലീസുകാരെയും ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ പരാതി പറയാൻ ചെന്നപ്പോൾ 1000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും അവനെ സ്റ്റേഷനിൽ നിന്നും തള്ളി പുറത്താക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് തന്നെ കൈക്കൂലി വാങ്ങിയാൽ ഈ നാട്ടിൽ സാധാരണക്കാരൻ എങ്ങോട്ട് പോകും? അവരെ 2 പേരെയും ഈ നിമിഷം സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് അഴിമതി നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണം. കളക്ടറുടെ ഉത്തരവുകൾ മിന്നൽ വേഗത്തിലാണ് നടപ്പിലായത്. തെറ്റ് ചെയ്ത പോലീസുകാരും ഹോസ്പിറ്റൽ ജീവനക്കാരും അന്ന് തന്നെ ജയിലിലായി. 1 മാസത്തിനു ശേഷം ആ ജില്ലാ ആശുപത്രി പൂർണ്ണമായി മാറിപ്പോയിരുന്നു. അവിടെ അഴിമതി തുടച്ചു നീക്കപ്പെടുകയും രോഗികൾക്ക് സുതാര്യമായ കാര്യങ്ങൾ നടത്താൻ പുതിയ കൗണ്ടറുകളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കളക്ടറുടെ നേരിട്ടുള്ള പരാതി പരിഹാര സെല്ലും സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. കുറച്ചാഴ്ചകൾക്ക് ശേഷം പൂർണ്ണ ആരോഗ്യവതിയായി മാറിയ തന്റെ അമ്മ സാവിത്രി ദേവിയുടെ കൈകൾ പിടിച്ച് മോഹൻ ആ ആശുപത്രിയുടെ ഗേറ്റിന് പുറത്തേക്ക് നടന്നു വന്നു. അവരുടെ മുഖത്തിപ്പോൾ വല്ലാത്തൊരു സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. സാവിത്രി ദേവി മകന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ, എത്ര വലിയ കഷ്ടപ്പാടുകൾ വന്നാലും ഈ ലോകത്ത് പ്രതീക്ഷ കൈവിടരുത്. നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തെ പോലെ ആരെങ്കിലും എവിടെയെങ്കിലും കാണും. മോഹൻ ആശുപത്രി മുറ്റത്തേക്ക് വരികയായിരുന്ന കളക്ടറുടെ ഔദ്യോഗിക വണ്ടിയിലേക്ക് നോക്കി കൈകൾ കൂപ്പി കണ്ണീരോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ അമ്മേ, സത്യത്തിന്റെയും നീതിയുടെയും പാത ചിലപ്പോൾ കഠിനമായിരിക്കാം. പക്ഷെ നമ്മൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഈ ഭൂമിയിൽ നീതിയുടെ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും. ആ ഒരു വലിയ വിശ്വാസത്തോടെ നീതിയുടെ വെളിച്ചത്തിൽ അവരുടെ ജീവിതത്തിന്റെ പുതിയൊരു നല്ല അധ്യായം അവിടെ ആരംഭിക്കുകയായി.